ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുട്ടിൻ്റെ പൊടി തന്നെയാണ് കേട്ടോ. പുട്ടിൻ്റെ പൊടി അന്ന് ഞാൻ ഉണ്ടാക്കിയ വറുത്ത് നമ്മൾ തരങ്ങ ഇത് അരിപ്പയിൽ അരിക്കാതെ തന്നെ എടുത്തല്ലേ ചെയ്തത്. അതുപോലെ തന്നെ അരിപ്പയിൽ അരിക്കണമൊന്നുമില്ല ഇതും. അല്ലാതെ വേറൊരു അത് വറുത്തെടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. പുട്ടിൻ്റെ പൊടി വാങ്ങിക്കുന്ന പോലത്തെ പുട്ടുപൊടി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പം നമ്മൾ ചെയ്യുന്നത് വേറൊരു വിധത്തിലാണ്. പുട്ടുണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളത്, പുട്ടിൻ്റെ പൊടി എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എടുക്കുന്നത്. നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതെ, അന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ പൊടി എങ്ങനെയാണ് അരി പൊടിച്ചെടുക്കുന്നതെന്ന്. ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഇതിനകത്തും അരി പൊടിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല തലങ്ങളോടുകൂടി തന്നെയാണ്, അരിച്ചിട്ടൊന്നുമില്ല, അരിക്കാതെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. ഇതേ വിധത്തിലുള്ളൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. ഈ തുണി നല്ലതുപോലെ നനച്ചെടുക്കണം, നനച്ച് പിഴിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞ് കാണിച്ചു. ഇതേപോലെ നനച്ച് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ബനിയൻ്റെ തുണി പോലത്തെയൊക്കെ ഇല്ലേ, അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതാണെങ്കിലും നല്ലതാണ്. വാ, നമുക്ക് കാണിച്ചു തരാം. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ മേലിൽ നമ്മൾ അപ്പത്തട്ടില്ലേ, ആ തട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ആ തട്ടിൻ്റെ മേലിലേക്ക് ഞാൻ ഇതങ്ങോട്ട് വിരിച്ചിട്ട് അത് നേരെ അതിനകത്തേക്ക് ഇറക്കി വെച്ചു. അതിനുശേഷം ഞാൻ ഈ പൊടി മൊത്തം ഇതിനകത്തേക്ക് ഇടുവാണ് കേട്ടോ. നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന അത്രയും പൊടി മുഴുവൻ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ടു. ഇട്ടിട്ട് ഇതിനെ ശരിക്കും അങ്ങോട്ട് മൂടി വയ്ക്കുക നല്ലതുപോലെ. നമ്മൾ ഇതിൻ്റെ മേലിൽ ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേലിൽ ഇതിൻ്റെ അടപ്പിടുക. ഇതിൻ്റെ അടപ്പ് ഞാനിങ്ങനെ വെക്കും. തുറന്ന് പോകാതിരിക്കാനായിട്ട് നോക്കണം കേട്ടോ. അത് തുറന്ന് പോയി കഴിഞ്ഞാൽ വെള്ളം മൊത്തം ഉള്ളിൽ കയറും, അന്നേരം ശരിയാവില്ല. നല്ലതുപോലെ ആവി വന്ന് ശരിക്ക് വെന്ത് കിട്ടണം നമ്മുടെ ഈ പൊടി, എന്നാലേ പുട്ട് റെഡിയായി കിട്ടുകയുള്ളൂ. നമ്മൾ വറുത്തെടുക്കില്ലേ, അതേ രീതി തന്നെയായിരിക്കും നമുക്ക് ഈ പുട്ടുണ്ടാക്കാനായിട്ട് ഈ പൊടി കിട്ടുക. അത് ഞാൻ കാണിച്ചു തരാം. ഇന്നെടുക്കണില്ല, നാളെ ഞാൻ ഈ പൊടി എടുക്കുകയുള്ളൂ. അന്നേരം ഞാൻ ആ പൊടി കാണിച്ചു തരാം കേട്ടോ. വെന്ത് കഴിയുമ്പോൾ വെന്ത ഭാഗവും ഞാൻ കാണിച്ചു തരാം. ഈ പൊടി റെഡിയായിട്ടുള്ള ഭാഗവും ഞാൻ കാണിച്ചു തരാം. ആവിയിൽ വെച്ചിരുന്ന ഇതാണ് കേട്ടോ പുട്ടിൻ്റെ പൊടി. അത് ഞാൻ ഇപ്പോൾ എടുക്കുവാണ്. നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഞാനെടുത്ത് അതിനകത്തേക്ക് വയ്ക്കാം. ഇതെല്ലാം ഉതിർത്തെടുക്കണേ. സാധാരണ പുട്ടിൻ്റെ പൊടിക്ക് വേണ്ടിയിട്ട് ഉതിർത്തെടുക്കില്ലേ, അതേപോലെ എടുക്കണം. പക്ഷെ വെള്ളം കുറച്ച് ഒഴിക്കണം നമ്മളതിനകത്ത്. ആവി നിന്നിട്ടുള്ള വെള്ളമല്ലേ ഉള്ളൂ ഇതിൽ. അതായത് വറുത്തെടുക്കണത് പോലെ ആയിട്ടായിരിക്കണം. എല്ലാം ഉതിർത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടുള്ള കട്ടകളേ ഉള്ളൂ. അതിപ്പം വെള്ളം ഒഴിച്ച് ചെയ്യുമ്പം മാറും, അത് കുഴപ്പമില്ല. പിന്നെ ഇത് പൊടിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിടുമ്പോഴുള്ള അരി നല്ല അരി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പശ പോലെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ അരിക്ക് കൂടുതൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ ഉതിർത്തെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. അതുപോലെ ചെയ്താൽ മതി. ഇത് ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരാം.
ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് പച്ചരിയാണ് കേട്ടോ. പച്ചരി തന്നെ പലതരത്തിലുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. കാര്യം ചില പച്ചരി പൊടിക്കുമ്പം പശ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ അരിക്ക് കൂടുതൽ കട്ട കിട്ടും. ഇത് ഞാനിപ്പം നനച്ച് വയ്ക്കാൻ പോവുകയാണേ. ഇപ്പം ഞാൻ നനച്ച് വെച്ചു. ഇന്നൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്കത് നേരെയാക്കി എടുക്കാം. അന്നേരം പുട്ടിനുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യട്ടെ. തേങ്ങയിട്ട് ഞാൻ പഴം വെച്ചിട്ട് ചെയ്യാനായിട്ട് എടുക്കുകയാണ് കേട്ടോ. പഴം ചെറുതായിട്ട് ഏത്തപ്പഴം നുറുക്കിയതാണ് ഇട്ടിരിക്കുന്നതിനകത്തേക്ക്. ഞാൻ അരിപ്പൊടി ഇട്ടു. അരിപ്പൊടി നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതെടുക്കുക. ഇത് ഞാൻ നനയ്ക്കണത് കാണിക്കാതിരുന്ന എപ്പോഴും നമ്മൾ അരിപ്പൊടി നനയ്ക്കണ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. തേങ്ങയിട്ട് പഴം ഇട്ടു. അരിപ്പൊടി നിറച്ചു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.